ജൂൺ 30-ന് ശേഷം ജില്ലയിൽ 200 ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ചില റൂട്ടുകളിൽ ബസ് തൊഴിലാളികൾക്ക് ശമ്പളം പകുതിയായി. സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലെന്നും ഉടമകൾ. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണെന്ന് തൊഴിലാളികളും ഉടമകളും പറയുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി പല റൂട്ടുകളിലും ബസ്സുകളുടെ വരുമാനം പകുതിയായി കുറഞ്ഞു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കും ശമ്പളം പകുതിയായി എന്നുള്ളതാണ് പറയുന്നത്. തൊഴിലാളി യൂണിയന്റെ പ്രതിനിധി ജയൻ, എന്താണ് പ്രത്യേകിച്ച് പാലക്കാട്, ഗുരുവായൂർ, എറണാകുളം റൂട്ടുകളിലാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് പൈസ കിട്ടുന്നില്ല. അതായത് ഭൂരിഭാഗം തൊഴിലാളികളും ഇപ്പോൾ പകുതി ശമ്പളത്തിലാണ് പണിയുന്നത്. കാരണം വെച്ചാൽ ആളുകളില്ല ബസ്സിൽ. എന്നാൽ ബസ് ഓടാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷേ കുറേ ബസ്സുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി കയറ്റിട്ടിരിക്കുന്നത്. അവരെ പണി മൊത്തം പോയിരിക്കുകയാണ്. അപ്പോൾ വളരെ മോശമായൊരു അവസ്ഥയിലേക്കാണ് ബസ് തൊഴിലാളികൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ബസ് ഉടമകൾ G-ഫോം സമർപ്പിച്ച് ബസ്സുകൾ ഷെഡിലേക്ക് കയറ്റിയിടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. G-ഫോം എന്താണെന്ന് നമ്മൾ കോവിഡ് കാലത്ത് കേട്ടതാണ്. ഓരോ ബസ്സുകൾക്കും, സ്വകാര്യ ബസ്സുകൾക്കും ടാക്സ് അടയ്ക്കേണ്ടത് ക്വാർട്ടർ സമ്പ്രദായത്തിലാണ്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആദ്യ ടൈം അടയ്ക്കണം. അതുപോലെ തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ രണ്ടാം ടൈം. ഈ രണ്ടാം ടൈമിലെ ഫീസ് അടയ്ക്കുന്നത്, ടാക്സ് അടയ്ക്കുന്നത് ജൂൺ 30-ന് കാലാവധി കഴിഞ്ഞാൽ പിന്നീട് ഈ സ്വകാര്യ ബസ്സുകളെല്ലാം ഷെഡിലേക്ക് കയറ്റിയിടാൻ, ഈ പ്രതിസന്ധിയുള്ള സ്വകാര്യ ബസ്സുകളെല്ലാം ഷെഡിലേക്ക് കയറ്റിയിടാൻ പോവുകയെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ സെക്രട്ടറി VS പ്രദീപ് ചേരുന്നുണ്ട്. എത്രത്തോളം ബസ്സുകൾ? ഇപ്പോൾ തന്നെ 10 ബസ്സുകൾ കയറ്റിയിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിലെ ഇപ്പോൾ ഏകദേശം ഒരു 200ഓളം ബസ്സുകൾ കയറ്റിയിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ വരുമാനത്തിൽ ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതിന് ശേഷം വരുമാനത്തിൽ തന്നെ ഏകദേശം 50% വരും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വനിതകളെ സംബന്ധിച്ച് വലിയ സഹായകരമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. ഇത് എങ്ങനെ സ്വകാര്യ ബസ് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നാണ് നിങ്ങൾ? പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താതെയാണ് സർക്കാർ നടപ്പിലാക്കിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് യാതൊരു മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളെ എത്രയധികം ബാധിക്കുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ ആളുകൾ, ജനങ്ങൾ മുഴുവൻ പ്രിയദർശിനി സർവീസിലേക്ക് മാറിയതോട് കൂടിയിട്ട് ഈ ബസ്സുകൾ സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇത് ജില്ലയിലെ പ്രധാന ബസ് റൂട്ടുകളായ തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജൂൺ 30-ന് ഇത്രയും ബസ്സുകൾ ഷെഡിൽ കയറ്റിയിടുമെന്ന് പറയുമ്പോൾ എത്ര ശതമാനം ബസ്സുകൾ ഇങ്ങനെ മാറി? ജില്ലയിൽ ഏകദേശം 1300ഓളം ബസ്സുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രസന്റിൽ സർവീസ് നടത്തുന്നത്. അതിലിപ്പോൾ ഏകദേശം 200ഓളം ബസ്സുകാർ തന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നു പറഞ്ഞാൽ വരുമാനത്തിൻ്റെ 50% ഈ 200 ബസ്സുകൾ ഏകദേശം കയറ്റിയിടും. ഇപ്പം തന്നെ പല ബസ്സുകൾ, ഒരു 10-15 ബസ്സുകൾ ഇപ്പം തന്നെ സർവീസ് നിർത്തി. പല ആളുകളും ഒരു സമരമോ മാർഗമോ ഒന്നുമില്ലാതെ തന്നെ സ്വയം ബസ്സുകൾ കയറ്റിയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1300ഓളം ബസ്സുകളിൽ 200ഓളം ബസ്സുകൾ ജൂൺ 30-ലെ ഈ ടാക്സിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെഡിൽ കയറ്റിയിടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ 12ഓളം ബസ്സുകൾ കയറ്റിയിട്ടതായും പറയുന്നു. എന്തായാലും ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.